അപ്പോ 2026 ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ച ആ വലിയ തകർച്ചയ്ക്ക് കാരണമെന്തൊക്കെയാണ്? നമുക്കിതിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. 2026 മാർച്ച് 19 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് അതൊരു കറുത്ത ദിനം തന്നെയായിരുന്നു. നിഫ്റ്റി 50 700-ലധികം പോയിന്റുകളാണ് അന്ന് ഇടിഞ്ഞത്. ശരിക്കും നിക്ഷേപകരെ ഞെട്ടിച്ച ഒരു വീഴ്ചയായിരുന്നു അത്. അപ്പോ ഈ നഷ്ടം നിഫ്റ്റിയിൽ മാത്രം ഒതുങ്ങിയില്ല കേട്ടോ. ബാങ്കിംഗ് സെക്ടറും തകർന്നടിഞ്ഞു. ബാങ്ക് നിഫ്റ്റി 1800-ലധികം പോയിന്റ്സുകളാണ് താഴേക്ക് പോയത്. എവിടെ നോക്കിയാലും സെല്ലിംഗ് പ്രഷർ മാത്രം. സെൻസെക്സിന്റെ കാര്യം ഇതിലും മോശമായിരുന്നു. 2500-ലധികം പോയിന്റുകളുടെ നഷ്ടം. അതായത് ഒരൊറ്റ ദിവസം കൊണ്ട് കഴിഞ്ഞ 3 ദിവസത്തെ മൊത്തം നേട്ടവും മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇത് ഇൻവെസ്റ്റേഴ്സിന്റെ ആത്മവിശ്വാസം ശരിക്കും തകർത്തുകളഞ്ഞു. അപ്പോ എന്തായിരിക്കും ഈയൊരു വലിയ വീഴ്ചയ്ക്ക് പിന്നില്? പെട്ടെന്നിങ്ങനെ സംഭവിക്കാൻ എന്താ കാരണം? വിദഗ്ധർ എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ നമ്പറുകൾക്ക് പിന്നിലെ യഥാർത്ഥ കഥ എന്താണെന്ന് കണ്ടെത്താം. ഈ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നാണ് വന്നത്. ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ, ആരും പ്രതീക്ഷിക്കാത്ത ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രശ്നം. ഒരു കൊടുങ്കാറ്റുപോലെയായിരുന്നു അത്. സംഭവിച്ചത് ഇതാണ്. മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും വഷളായിക്കൊണ്ടിരുന്നു. ഇറാനിലെ ഗ്യാസ് ഫീൽഡിൽ ആക്രമണം. അതിന് പ്രതികാരമായി സൗദിയിലെയും കുവൈറ്റിലെയും എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ആക്രമണം. ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100 കുതിച്ചുയർന്നു. ഇതെല്ലാം കൂടെ വന്നപ്പോ ലോകത്തിന്റെ എനർജി സപ്ലൈ തന്നെ അപകടത്തിലായി. സ്വാഭാവികമായും മാർക്കറ്റിന്റെ ധൈര്യം അതോടെ പോയി. വിപണിയെ പൂർണ്ണമായി നിയന്ത്രിച്ചത് ഈ യുദ്ധഭീതിയായിരുന്നു. ഒരു അനലിസ്റ്റ് പറഞ്ഞതുപോലെ, ഇനി എല്ലാവരുടെയും കണ്ണ് ക്രൂഡ് ഓയിലിലാണ്. ഈ യുദ്ധം നിർത്താൻ എന്തെങ്കിലും ഒരു വഴി കാണാതെ മാർക്കറ്റ് തിരിച്ചുകയറും എന്ന് ചിന്തിക്കുകയേ വേണ്ട. അതായത് വിപണിയിൽ ഒരുതരം അനിശ്ചിതാവസ്ഥ നിറഞ്ഞു നിന്നു. പക്ഷേ ഈ ഗ്ലോബൽ പ്രശ്നങ്ങൾ കഥയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. അതേസമയം നമ്മുടെ സ്വന്തം രാജ്യത്ത് ഇന്ത്യയില് ഇൻവെസ്റ്റേഴ്സിനെ പേടിപ്പിക്കുന്ന മറ്റൊരു വലിയ സംഭവം നടക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കുകളിലൊന്നിന്റെ ചെയർമാൻ പെട്ടെന്നൊരു ദിവസം രാജിവെക്കുന്നു. കാരണമെന്താന്നല്ലേ? ധാർമ്മികമായ ചില ആശങ്കകൾ. ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാള് ഇങ്ങനെ പറയുമ്പോൾ അത് ആ ബാങ്കിനെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ മുഴുവൻ ബാങ്കിംഗ് സിസ്റ്റത്തെക്കുറിച്ചും സംശയങ്ങളുണ്ടാക്കില്ലേ? ഈ രാജി മറ്റൊരു വലിയ അപകടത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. എവർഗ്രീനിംഗ് ഓഫ് ലോൺസ്, അതായത് കിട്ടാക്കട മറച്ചുവെക്കാൻ വേണ്ടി പുതിയ ലോൺ കൊടുത്ത് പഴയ ലോൺ അടപ്പിക്കുന്ന ഒരു തരം കളി. ഇത് ബാങ്കുകളുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് ആർക്കും മനസ്സിലാവാത്തൊരു സാഹചര്യം ഉണ്ടാക്കും. അപ്പോൾ ചെയർമാന്റെ രാജിക്ക് പിന്നിൽ ഇതാണോ എന്നൊരു പേടി നിക്ഷേപകർക്ക് വന്നു. അപ്പോ ഒരു വശത്ത് ഗ്ലോബൽ പ്രശ്നങ്ങൾ, മറുവശത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ. ഇതൊക്കെ വിപണിയെ താഴോട്ട് വലിച്ചു. പക്ഷേ മാർക്കറ്റിന്റെ സ്വന്തം ഡേറ്റ, അതായത് ചാർട്ടുകൾ, നമ്മളോട് എന്താ പറയുന്നത്? ടെക്നിക്കൽ അനലിസ്റ്റുകൾ ഇതിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചെറിയ പ്രതീക്ഷയുടെ വെട്ടം. വീക്ക്ലി ചാർട്ടുകളിൽ ഒരു ഇൻവേർട്ടഡ് ഹാമർ പാറ്റേൺ കാണുന്നുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ, വിലയിടിവിനു ശേഷം ബയേഴ്സ് മാർക്കറ്റിലേക്ക് തിരിച്ചുവരാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണിത്. ഇതൊരു പക്ഷേ ഒരു ബൗൺസിനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പക്ഷേ മന്ത്ലി ചാർട്ട് കാണിക്കുന്നത് നേരെ തിരിച്ചുള്ള, ശരിക്കും പേരിപ്പിക്കുന്നൊരു ചിത്രമാണ്. അവിടെ കാണുന്നത് ഒരു ബെയറിഷ് മരുബോസുവാണ്. അതിനർത്ഥം ആ മാസം തുടങ്ങിയതു മുതൽ തീരുന്നതുവരെ സെല്ലേഴ്സ് പൂർണ്ണമായും കൺട്രോൾ ഏറ്റെടുത്തുവെന്നാണ്. ഇത് വളരെ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സിഗ്നലാണ്. അപ്പോ ശരിക്കും ഇവിടെ നടക്കുന്നത് കാളകളും കരടുകളും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയാണ്. ഒരു വശത്ത് തിരിച്ചുവരാനുള്ള ചില സൂചനകൾ, മറുവശത്ത് ഇനിയും താഴേക്ക് പോകുമെന്നുള്ള ശക്തമായ മുന്നറിയിപ്പുകൾ. ഈ രണ്ട് വിപരീത ശക്തികൾ തമ്മിലുള്ള ഒരു വടംവലിയാണ് മാർക്കറ്റിൽ ഇത്രയും ടെൻഷനുണ്ടാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലെ അനലിസ്റ്റുകൾ ചില നിർണായക ലെവലുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന നമ്പറുകളാണ് വരും ദിവസങ്ങളിൽ മാർക്കറ്റിന്റെ ദിശ തീരുമാനിക്കാൻ പോകുന്നത്. ഈ ലെവലുകൾക്ക് മുകളിലാണോ അതോ താഴെയാണോ മാർക്കറ്റ് പോകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും എല്ലാം. അപ്പോ ഈ നല്ലതും ചീത്തയുമായ സിഗ്നലുകൾക്കിടയിൽ നമ്മളെപ്പോലുള്ള സാധാരണ നിക്ഷേപകർ എന്തു ചെയ്യണം? വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്ന സ്ട്രാറ്റജി എന്താണ്? അവരുടെ പൊതുവായ ഉപദേശം ഇതാണ്: ഇപ്പോൾ എടുത്ത ചാടി ഒന്നും ചെയ്യരുത്. ഈ 4 സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുക. നിഫ്റ്റിയെ സംബന്ധിച്ച് 22,800 എന്ന ലെവലാണ് അതിർത്തി. അത് പിടിച്ചുനിന്നാൽ ഒരു ആശ്വാസറാലി പ്രതീക്ഷിക്കാം. പക്ഷേ അത് ബ്രേക്ക് ചെയ്താൽ ഇനിയും വലിയൊരു വീഴ്ച വരും. പിന്നെ കുറച്ച് ലാഭത്തിലിരിക്കുന്നവരുണ്ടെങ്കിൽ അത് ഭാഗികമായി ബുക്ക് ചെയ്ത് റിസ്ക് കുറയ്ക്കുന്നതും നല്ലതാണ്. അവസാനം
നമ്മളെല്ലാവരും ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിലേക്ക് എത്തുകയാണ്. ഈ വലിയ വീഴ്ച കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനുള്ള ഒരു സുവർണവസരമാണോ, അതോ ഇനിയും വരാനിരിക്കുന്ന വലിയൊരു തകർച്ചയുടെ തുടക്കം മാത്രമാണോ? നമ്മൾ ഒരു കൊക്കയുടെ വക്കിലാണോ നിൽക്കുന്നത്? എന്തായാലും മാർക്കറ്റിന്റെ അടുത്ത നീക്കങ്ങൾ തന്നെ ഇതിനുത്തരം നൽകും.